യോഹന്നാൻ സ്ലീഹ. ദൈവകൃപയുള്ളവൻ എന്നാണ് യോഹന്നാൻ എന്ന പേരിന്റെ അർത്ഥം. സെബദിപുത്രനായ യോഹന്നാൻ ഗലീലയിലെ ബത്സയിദക്കാരനും യാക്കോബ് സ്ലീഹായുടെ സഹോദരനുമാണ്. മാതാവ് കർത്താവിന്റെ അമ്മയായ മറിയയുടെ സഹോദരി ശലോമി. കർത്തൃശിഷ്യന്മാരിൽ ഏറ്റവും ഇളയവനായ യോഹന്നാൻ അന്ത്രയോസിനോടൊപ്പം ആദ്യം സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. പിന്നീട് അവരിരുവരുമാണ് സ്നാപക യോഹന്നാന്റെ വാക്കുകൾ കേട്ട് കർത്താവിനെ അനുഗമിച്ചത്. ശിഷ്യഗണത്തിലെ മൂവർ സംഘത്തിലെ അംഗമായിരുന്നു യോഹന്നാൻ. ഇടിമക്കൾ എന്ന ഇരട്ടപ്പേരിൽ സെബദി മക്കളായ യാക്കോബും യോഹന്നാനും അറിയപ്പെടുന്നു. അപ്പനായ സെബദിയോടൊപ്പം വല നന്നാക്കുന്ന അവസരത്തിലാണ് കർത്താവ് ഇരുവരെയും ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നത്. യേശുവിനെ സ്വീകരിക്കാതിരുന്ന ശമരിയ പട്ടണത്തെ ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് ദഹിപ്പിക്കണമെന്ന് യോഹന്നാൻ ആവശ്യപ്പെട്ടു. മറ്റൊരിക്കൽ കർത്താവിന്റെ വലതും ഇടതും സഹോദരന്മാരായ തങ്ങളെ ഇരുത്തണമെന്ന് അവർ കർത്താവിനോട് ആവശ്യപ്പെടുന്നു. കർത്താവ് സ്നേഹിച്ച ശിഷ്യനെന്നും സ്നേഹത്തിന്റെ അപ്പോസ്തോലനെന്നും യോഹന്നാൻ അറിയപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷവും 3 ലേഖനങ്ങളും പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോൾ അവിടെ വെച്ച് പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമായ വെളിപാട് പുസ്തകവും എഴുതി. അന്ത്യ അത്താഴം ഒരുക്കുവാനായി പത്രോസ് സ്ലീഹായോടൊപ്പം കർത്താവ് അയച്ചതും അന്ത്യ അത്താഴ വിരുന്നിൽ കർത്താവിന്റെ മാറിൽ ചാരിക്കിടുന്നതും യോഹന്നാൻ സ്ലീഹായാണ്. കർത്താവിന്റെ ക്രൂശുമരണ സമയത്ത് ക്രൂശിന്റെ ചുവട്ടിലുണ്ടായിരുന്ന ഏക അപ്പോസ്തലനും യോഹന്നാൻ സ്ലീഹായാണ്. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് തന്റെ അമ്മയെ ഏൽപ്പിച്ചതും യോഹന്നാന്റെ കരങ്ങളിലാണ്. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം പത്രോസിനോടൊപ്പം ഓടി ആദ്യം കല്ലറയ്ക്കലെത്തിയ ശിഷ്യനും ഇദ്ദേഹമാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ യെരുശലേം ദേവാലയത്തിലെ സുന്ദരം എന്ന ഗോപുരത്തിൽ വെച്ച് മുടന്തരെ സൗഖ്യമാക്കിയ രംഗത്തും പത്രോസിനോടൊപ്പം ഉണ്ടായിരുന്നത് യോഹന്നാൻ സ്ലീഹ ആയിരുന്നു. പരിശുദ്ധ കന്യക മറിയാമിന്റെ മരണം വരെ യോഹന്നാൻ യെരുശലേമിൽ പാർത്തു. യെരുശലേമിലും ശമരിയയിലും എഫേസോസിലും സുവിശേഷം അറിയിച്ചു. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ പീഡനകാലത്ത് റോമക്കാർ യോഹന്നാനെ ഒരു കൊളോസിയത്തിൽ കൊണ്ടുവരികയും കൊന്നുകളയുവാനായി തിളച്ച എണ്ണയിൽ ഇടുകയും ചെയ്തു. എന്നാൽ യാതൊരു പരുക്കുമേൽക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടു. ഇത് കണ്ട് കൊളോസിയത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. പിന്നീട് ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാൻ സ്ലീഹായെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. അവിടെ വെച്ചാണ് യോഹന്നാൻ സ്ലീഹായ്ക്ക് ദിവ്യ വെളിപാട് ലഭിക്കുന്നത്. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലശേഷം എഫേസോസിൽ തിരിച്ചെത്തിയ ഇദ്ദേഹം AD 100 എഫേസോസിൽ വെച്ച് സ്വാഭാവിക മരണം വരിച്ചു. മെയ് 8 യോഹന്നാൻ സ്ലീഹായുടെ ഓർമ്മ ആചരിക്കുന്നു.